നമ്മുടെ ശബരിമല മുൻ മേശാന്തി ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവകളാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. രണ്ടാമത് നമ്മൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ക്ഷേത്ര അനുഷ്ഠാന പാഠശാലയും അനുമോദന ചടങ്ങും എന്നാണ്. അതിൽ ക്ഷേത്ര അനുഷ്ഠാന പാഠശാല എന്നൊരു വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് തവനൂരിൽ കുറച്ചു കാലമായി സ്ഥിര താമസക്കാരനായ അടൂരിലുള്ള PN രാജഗോപാൽ അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ നമ്മുടെ സദസ്സിന് വേണ്ടി, നമ്മുടെ സംഘത്തിന് വേണ്ടി ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യും. മറ്റൊന്ന്, നമ്മുടെ വിശിഷ്ട അതിഥികളായി നമ്മൾ കുറച്ചുപേരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തണം. അവരിപ്പോൾ വേദിയിലല്ല, വേദിയിലേക്ക് നമ്മൾ വിളിക്കും. അവരിവിടെ കുറച്ചുപേരെ എത്തിയിട്ടുണ്ട്. അവര് നമ്മുടെ വിശ്വനാഥൻ നായർ, ശിവാലയം, ആനക്കര. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി നമ്മുടെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് ഡോക്ടർ പുരുഷോത്തമൻ നായർ, കൊളത്തൂർ. അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി നമ്മുടെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാമത് നമ്മൾക്ക് ഇതിൽ വന്നിട്ടുള്ളത് നമ്മുടെ കാലടി തത്വമസി വിളക്ക് സംഘം ആചാര്യൻ വാസു വെളിച്ചപ്പാട്. അദ്ദേഹത്തെ നമ്മളെ ഈ സദസ്സിലേക്ക് വിശിഷ്ടാതിയായി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞില്ല, അവരെ നമ്മൾ വിശിഷ്ടാതിഥികളെ ക്ഷണിക്കും. ഞാനിവരെ സ്വാഗതം ചെയ്യുന്ന മാത്രം ചടങ്ങുകൾ നടത്തുന്നത്. നമുക്ക് പ്രോഗ്രാം വേഗം നടത്തണം. പിന്നെ നമുക്ക് കാസർഗോഡുള്ള ഹരിദാസ് തിരുമേനിയുണ്ട്, എംബ്രാതിരിയുണ്ട്. അദ്ദേഹത്തെയും നമ്മൾ ആദ്യമായി സ്വാഗതം ചെയ്യണം. പിന്നെ നമ്മുടെ മറവഞ്ചേരി മനയിലെ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവർ നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യാണ്. പിന്നെ നമുക്കുള്ളത് തവനൂരിലെ കുഞ്ഞേട്ടൻ, നമ്മുടെ പാപ്പിനിക്കാരെ വെളിച്ചപ്പാടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തവനൂരിലെ കുഞ്ഞേട്ടൻ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യണം. മറ്റൊന്നുള്ളത് പേരശ്വരൻ ഗോപാലൻ, അദ്ദേഹത്തെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യണം. പിന്നെ കൊല്ലോടിയിൽ അർജുൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊല്ലോടിയിൽ അർജുൻ നമ്മുടെ ചെല്ലൂർ പറക്കുന്നത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അവരെയൊക്കെ ഒന്നുകൂടി വിശദമായി പറയും. ഞാനിപ്പോൾ സ്വാഗതം എന്നുള്ള കർമ്മം മാത്രം ചെയ്യാണ്. അർജുനെയും ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യും. മറ്റു കുറച്ചു പേരെയും കൂടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർ എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. വന്നിട്ടുള്ള അത്രയും പേരെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മുടെ സംഘം ഈ പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ഒരു 13 അംഗ കമ്മിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേര് രക്ഷാധികാരികളാണ്. പിന്നെ 13 പേര് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളാണ്. അവരെല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ആ 13 അംഗ കമ്മിറ്റികളും രക്ഷാധികാരിയായിട്ടുള്ള പിന്നെ ബാബു സുമംഗലി, പിന്നെ തവനൂര് ഗോവിന്ദേട്ടൻ, പിന്നെ നമ്മുടെ ചന്ദ്രൻ തവനൂര് എന്നിവരെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മ പരിപാടികൾ പിന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാലാട്ടമണിയായിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ. അദ്ദേഹമാണ് നമ്മുടെ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ പുറമെ നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഇന്നലെയും ഞാനൊക്കെ വിളിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലർക്കും വരാൻ സാധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാൻ സാധിക്കാത്ത ആളുകൾക്കും മറ്റെല്ലാവർക്കും ഞാൻ ഓൾറെഡി ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞാൻ പാലാട്ട് ഹരിദാസേട്ടനെ ഹാർദവമായി, മണിയണ്ണ ഹാർദവമായി ക്ഷണിക്കും. ആദ്യമായി പ്രാർത്ഥനയ്ക്കുള്ള കുട്ടികൾ വേദിയിലേക്ക് വരണം.
സമ്മേളിച്ചിരിക്കുന്ന നമ്മുടെ ഈ പരിപാടി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ശബരിമല മുൻ മേൽശാന്തി എന്ന ബ്രഹ്മശ്രീ തെക്കിനേട്ട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നമുക്കിവിടെ പ്രഭാഷണം നടത്താമെന്ന് ഏറ്റിട്ടുള്ള രാജഗോപാലൻ സാറ്, ഈ പരിപാടിയുടെ ചെയർമാൻ എല്ലാമായ ഗോപാലകൃഷ്ണൻ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന 10-11 വർഷമായി ഗോപാലകൃഷ്ണൻ്റെ കൂടെ തീർത്ഥയാത്ര ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു നീണ്ട അല്ലെങ്കിൽ ഒന്നാമത് സമയം വഴി ഒരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നുമില്ല. എന്നിരുന്നാലും 2 വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി ഒരുപാട് ട്രാവലുകളും സംഘങ്ങളും പല ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം, തീർത്ഥയാത്ര തന്നെ ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്രയും വർഷമായി പോകുന്ന ഓരോ യാത്രകളിലും ഞാൻ 2 യാത്രയ്ക്കാണ് ഗോപാലകൃഷ്ണൻ കൂടെ പോയിട്ടുള്ളൂ. ആ സമയത്തും വലിയൊരു ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ, ചില യാത്രകളിൽ ഒന്നും കിട്ടാതെയും നമ്മളുമായി പല ക്ഷേത്രങ്ങളിലും പോവുകയും ആ ക്ഷേത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി തിരിച്ചറിയുകയും ചെയ്യുന്ന ഗോപാലകൃഷ്ണനും, കൂടാതെ തീർത്ഥയാത്ര പോകുന്ന പല സംഘങ്ങളുണ്ടെങ്കിലും ഇതുമാതിരി ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടിയ മാതിരിയുള്ള ഒരു പരിപാടി ഒരു യാത്രാ സംഘങ്ങളും ഇതുവരെ നടത്തിയതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല. എന്തായാലും അങ്ങനെ ഒരു ഒത്തുചേരലിനും കൂടിച്ചേരലിനും വഴിയൊരുക്കിയ ഗോപാലകൃഷ്ണൻ ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാര്യപരിപാടികൾ വായിക്കാം. പ്രാർത്ഥന, സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ഇനി ഭദ്രദീപം തെളിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാണ് ബ്രഹ്മശ്രീ തെക്കിനേട്ട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ടൊരു അനുശോചന പ്രമേയമുണ്ട്, അത് അവതരിപ്പിക്കുന്നത് ശിവൻ. അതിനുശേഷം ക്ഷേത്രാനുഷ്ഠാന പാഠത്തെ കുറിച്ചിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നു ശ്രീ P.N. രാജഗോപാൽ സാറ്. വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ, ആശംസാ പ്രസംഗം, അനുമോദന ചടങ്ങ്, സമ്മാനദാന നറുക്കെടുപ്പ്, സമ്മാനദാന വിതരണം, ഉച്ചഭക്ഷണം, പിന്നെ മറ്റു പരിപാടികൾ. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ പരിപാടികളുള്ളത്. ഏതായാലും സമയം കുറച്ച് വൈകിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ പരിപാടി വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭദ്രദീപം തെളിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബ്രഹ്മശ്രീ തെക്കിനേട്ട് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം.
നേരിട്ട് പേരോടുകൂടി അറിയുന്നവർ അനവധി പേരുണ്ട് അവിടെ, അല്ലാത്തവരുമുണ്ട്. എല്ലാവരെയും അറിയാം, എന്നാൽ എനിക്ക് മുഖപരിചയം പലതരത്തായിട്ട് കണ്ടതുപോലെ തോന്നുന്ന മുഖപരിചയമുണ്ട്. ഇതായാലും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇത്രയും പ്രാധാന്യത്തോടു കൂടിയുള്ള ഒന്നാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്ന് പറയാം. കാരണം ഞാൻ എത്താൻ വളരെ വൈകിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ ക്ഷമിക്കണം എല്ലാവരും. ഇപ്പോഴുള്ള ഈ കാലങ്ങളെന്ന് പറയട്ടെ, നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾക്കായാലും ക്ഷണിക്കുമ്പോൾ പണ്ടാണെങ്കിൽ ഒരു എഴുത്തയച്ച ഒരു കാർഡ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ആ കാർഡ് കിട്ടും, എല്ലാവരും അവിടെ എത്തും, പിന്നെ ആ സംശയമൊന്നും വേണ്ട എല്ലാവരും. പക്ഷെ ഇപ്പോൾ കാലം മാറിയത് കൊണ്ട് പലതരം മാറ്റങ്ങൾ വന്നപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാറ്റങ്ങൾ പലതുമാണ്. എത്രയായാലും ഒരു മനുഷ്യനെ നമ്മൾ ആദരിക്കുക അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുക എത്ര ചെയ്താലും മതിയെ പോരാ എന്ന് തോന്നുന്ന ഒരു കാലമായിരിക്കുന്നു. എഴുത്തയക്കുന്നു, ഫോൺ ചെയ്ത് പറയുന്നു, വാട്സപ്പിൽ അയക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞാലും അതിനോട് അടുത്ത് വെച്ച് കണ്ട് പറഞ്ഞില്ലെങ്കിൽ ആളെ കണ്ടു, ആൾക്ക് പറഞ്ഞില്ല, അതുകൊണ്ട് പോകാമെന്ന് പറയുന്നൊരു കാലമാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് പറയല്ല, എൻ്റെ തിരക്ക് കൊണ്ടാണ്. ഇന്നലെ മറ്റോ ഇന്നലെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി മുമ്പ് എത്താൻ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ അവിടെ ഒരു ചെറിയ സ്പെഷ്യൽ പൂജകളൊക്കെ ആയിരുന്നു, അതിൽ പങ്കുകൊള്ളാം. ഇത് കൃത്യമായിട്ട് വിവരം കിട്ടാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാവാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. എന്തായാലും ഈ ഇങ്ങനെയൊരു പരിപാടി തീർത്ഥയാത്ര എന്നാണ്. അപ്പോൾ ഞാനത് പറയാം. ഞാനൊരു ഇന്നലെയുമായിട്ട് മൂകാംബികയിൽ തീർത്ഥയാത്ര പോയിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയെ കൂടിയിട്ട്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ തീർത്ഥയാത്ര നടക്കുന്ന ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സംഭവത്തെപ്പറ്റി മാസങ്ങൾക്ക് മുന്നേ 2-3 മാസങ്ങൾക്ക് മുന്നേ എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ വരണമെന്ന് പറഞ്ഞ് ഞാൻ കുറിച്ചെടുത്ത് ചെയ്തു. എന്നാലും ചില കാരണങ്ങളെ കൊണ്ട് എത്താൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ ഒരു അങ്ങനത്തെ ഒരു സംരംഭത്തിൽ എനിക്കും തോന്നുന്നു അതിലെനിക്കും പങ്കെടുക്കണം, ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം, ഈ തീർത്ഥയാത്ര എനിക്കും പോകണം എന്നുണ്ട്. കാരണം പ്രായമായി വരികയാണ്, മക്കളൊക്കെ ഓരോരോ സ്ഥലത്ത് അവരവരുടെ തിരക്കപ്പെട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നമുക്ക് മനസ്സമാധാനവും മനഃശാന്തിയും കൂടുതൽ കിട്ടും എന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ വ്യാപൃതരാകുമ്പോൾ നമുക്ക് ഉള്ള മനസ്സിൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി ആ ഈശ്വരനിൽ അർപ്പിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടും. ഞാൻ എന്ന വ്യക്തിക്കല്ലല്ലോ ഇവിടെ പ്രാധാന്യം. എന്നെ വിളിച്ചത് ഞാൻ ചെയ്ത പൂജകളുടെ ആ ഈശ്വരന്മാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം കൊണ്ടാണ്. ആദ്യമായിട്ട് വേണ്ടെങ്കിൽ രാധമൂർത്തി വേണ്ടെങ്കിൽ മകൻ എന്ന ആ ശക്തി കൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പൻ ആ ശക്തിയിലെത്താൻ സാധിച്ചു. അവിടുന്ന് സ്വാമി അയ്യപ്പൻ്റെ അവിടത്തേക്ക് ആ ഒരു അനുഗ്രഹങ്ങൾ എല്ലാ സ്ഥലത്തും ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെയും അങ്ങനത്തെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലെ വീണ്ടും അനവധി ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെയും പലർക്കും പോകുവാൻ സാധിച്ചു. 12ാമത്തെ വർഷം കൊല്ലമായിട്ട് ഇവിടെ നടത്തി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. അതിൽ എനിക്കും പങ്കെടുക്കണം, എൻ്റെ കുടുംബത്തിൽ പങ്കെടുക്കുന്ന ആഗ്രഹമുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കണം, അതിൽ പങ്കെടുക്കണം. ഓരോ ചടങ്ങുകളും അതിൻ്റേതായ രീതിയിൽ നടക്കട്ടെ. ഇവിടെയും അതിനുവേണ്ടി എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഓരോരോ പ്രവൃത്തികൾക്കും ഉണ്ടാകട്ടെ എന്നും അതിൽ പങ്കെടുക്കുവാനായിട്ട് പോകുവാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മൂകാംബികയ്ക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അമ്മ വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടി കേൾക്കുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തിലും പോകാൻ വിചാരിച്ചാലും നടക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എപ്പോഴും എന്നും നന്മ വരട്ടെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. നന്മ വരട്ടെ. നമസ്കാരം. നന്ദി ക്ഷണിച്ച ഗോപാലകൃഷ്ണൻ എല്ലാവർക്കും. മാത്രമല്ല ഞാനിവിടെ വന്നപ്പോൾ ഈ ചടങ്ങ് എങ്ങനെ വേണ്ടി വരും എൻ്റെ വേഷം എന്നുള്ളത് എനിക്കറിയാവുന്ന ഷർട്ടിട്ടാണ് വന്നിരുന്നത്. നോക്കുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് അവിനാശ് നമ്പരാൻ്റെയും
അദ്ദേഹം ഷർട്ട് ഊരിയിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ ആവണോ ഒരു ഷാൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ ഊരി എൻ്റെ നാണം മറയ്ക്കാനല്ല, എൻ്റെ വേഷം ഗംഭീരമാക്കാൻ അദ്ദേഹം തന്നു. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.